വയനാട് മെഡിക്കൽ കോളേജിൽ യുവതിയുടെ വയറ്റിൽ തുണിക്കഷ്ണം കുടുങ്ങിയതിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പ്രിയങ്ക ഗാന്ധി. യുവതിക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പ്രിയങ്ക ഗാന്ധി കത്തയച്ചു. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാറുണ്ട്. ഫൈസൽ, ഈ ഒരു വിഷയം നടന്നപ്പോൾ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ കൃത്യമായ ഇടപെടൽ കൂടി. വർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നത്. അതിന് പിന്നാലെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് നീതി നൽകണമെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് കത്ത് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2.5 മാസക്കാല കഠിനമായ വേദനയാണ് ഈ യുവതി അനുഭവിച്ചത്. 2 തവണ ആശുപത്രിയിൽ പോയിട്ടും കൃത്യമായിട്ട് ചികിത്സ നൽകാനൊന്നും ഡോക്ടർമാർ തയ്യാറായിട്ടില്ല എന്നതടക്കമുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കുടുംബം രംഗത്തെത്തിയത്. അതിനെ തുടർന്നാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ രംഗത്ത് ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ്. ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് എന്ന് തന്നെ പറയാം. ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചു കിട്ടുന്നു, പക്ഷെ ആ ഒരു മെഡിക്കൽ കോളേജിൽ കൃത്യമായിക്കൊണ്ടുള്ള ചികിത്സ ലഭ്യമാക്കുന്നില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായിക്കൊണ്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കൂടി ഉണ്ടാകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകി.